അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നാഷണൽ ക്യാൻസർ അവയർനെസ് ഡേ, ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനമാണ് നവംബർ 7. ഈ അവസരത്തിൽ എന്താണ് ക്യാൻസർ, അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് നേരത്തെ കണ്ടെത്താം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കോശങ്ങൾ നിയന്ത്രണമില്ലാതെ അനിയന്ത്രിതമായി വളർന്ന് വികസിച്ച് അത് മുഴകളായും ശരീരത്തിന് ഭാരമായും മാറുന്ന ഒരവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസർ പല സ്ഥലങ്ങളിലും വരാം. ബ്ലഡിൽ വരാം, ബ്രെയിനിൽ വരാം, ബോണിൽ വരാം, ബ്രസ്റ്റിൽ വരാം, വയറിനകത്ത് വരാം. പല സ്ഥലങ്ങളിലും ക്യാൻസർ കാണപ്പെടുന്നുണ്ട്. കുറച്ചു കാലം മുമ്പ് നാലാമത്തെയും അഞ്ചാമത്തെയും നിരയിലുണ്ടായിരുന്ന ക്യാൻസറുകൾ ഇന്ന് ഒന്നാമത്തെ നിരയിലെത്തിയിരിക്കുകയാണ്. അതിന് കാരണം ഇന്ന് ക്യാൻസർ ഡയഗ്നോസ്റ്റിക് സംവിധാനങ്ങൾ, ക്യാൻസർ നിർണ്ണയിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് കൂടിക്കൂടി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായി എന്നുള്ളതാണ്. ഈ അവസരത്തിൽ നാഷണൽ ക്യാൻസർ അവയർനെസ് ഡേ ക്യാൻസറിനെ കുറിച്ചൊരു അവബോധം ഉണ്ടാക്കൽ വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ദ്വീപുകളിൽ 26-25 വയസ്സുള്ള സ്ത്രീകളിൽ വരെ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ വരെ ഇന്ന് ക്യാൻസർ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവബോധം വളരെ നിർബന്ധമാണ്. അത് ഓരോരുത്തരുടെയും അവകാശമാണ്. ക്യാൻസർ പൊതുവെ കാണപ്പെടുന്ന ക്യാൻസറുകൾ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ, സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ ഓറൽ ക്യാൻസർ, പിന്നെ ഗർഭാശയമുഖ അഥവാ സെർവൈക്കൽ ക്യാൻസർ. അതോടൊപ്പം കൊളോറക്ടൽ ക്യാൻസർ, ലിവർ ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ലിംഫോമ, കടലവീക്കം എന്ന് പറയും, ലിംഫോമകൾ, കുറേ ലിംഫോമ, നോൺ ഹോഡ്ജ്കിൻ ലിംഫോമ, ഹോഡ്ജ്കിൻ ലിംഫോമ തുടങ്ങി പലതരത്തിലുള്ള ക്യാൻസറുകൾ ഇന്ന് നമ്മുടെ ദ്വീപുകളിൽ നമുക്ക് കാണാൻ പറ്റും, കോമൺ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു മുഴ വന്നു, പേഷ്യൻ്റ് ബയോപ്സി എടുത്ത് നോക്കുമ്പോഴത്തേക്കും അത് ക്യാൻസറായി മാറി. വയറുവേദനയായിരുന്നു, അത് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത് ക്യാൻസറായി മാറി. തുടങ്ങിയ വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി ഒരു ആവശ്യത്തിന് വൻകരയിൽ പോയി ബ്രസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അത് ബ്രസ്റ്റ് ക്യാൻസറായി മാറി. ഇങ്ങനെ നമ്മളെ ഭീതിപ്പെടുത്തുന്ന, അതോടൊപ്പം ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് വളരെ ചെലവേറിയതാണ്, ദൈർഘ്യമേറിയാണ്, കുറേ നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന ചികിത്സകളാണ് ഇന്ന് ക്യാൻസറിനുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫാമിലിക്ക് മാത്രമല്ല, സൊസൈറ്റിക്ക് മാത്രമല്ല, നമ്മുടെ ചികിത്സാ സംവിധാനങ്ങൾക്ക് മാത്രമല്ല, സാമ്പത്തിക അടിത്തറ വരെ തകർക്കുന്ന രീതിയിലേക്ക് ഈ ക്യാൻസറുകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അവബോധം, എന്താണ് ക്യാൻസർ, എവിടെയൊക്കെ ക്യാൻസറുകൾ വരാം, സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ബ്രസ്റ്റ്, ബെല്ലി, വയറിനകത്ത് ക്യാൻസർ വരാം, എൻഡോമെട്രിയം, ഓവറി, പിന്നെ വായിലെ ക്യാൻസർ. അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് പൊതുവെ മാറിലെ മുഴകളാണ് അത് ക്യാൻസറായി മാറും. എല്ലാ മുഴകളും ഒരിക്കലും ക്യാൻസർ അല്ല എങ്കിലും ചില മുഴകൾ ക്യാൻസറായി മാറും. കക്ഷത്തിലെ മുഴകൾ, അതുപോലെ കഴുത്തിലുണ്ടാകുന്ന മുഴകൾ, എവിടെയാണ് മുഴകളുണ്ടോ അതെല്ലാം നിർബന്ധമായും ഒരു ഹെൽത്ത് കെയർ വർക്കറെ കണ്ട്, ഡോക്ടറെ കണ്ട് അതിനുള്ള പ്രതിവിധി അല്ലെങ്കിൽ ചികിത്സാ വിധികൾ തേടേണ്ടതാണ്. മുഴകളാണ് മെയിനായിട്ട് ഇതാണ്. പിന്നെ ചിലപ്പോൾ നിപ്പിൾസ് ഭാഗത്തു നിന്നുണ്ടാകുന്ന പഴുപ്പ് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഡിസ്ചാർജ്, അതും ഒരു കാരണമായിട്ട് വരാം. ചില സ്ത്രീകൾക്ക് ബ്രസ്റ്റിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, മുഴ പോലും ഉണ്ടാവില്ല, അതേസമയത്ത് കക്ഷത്തിലായിരിക്കും മുഴ വരുന്നത്. അങ്ങനെയും ബ്രസ്റ്റ് ക്യാൻസർ പ്രസന്റ് ചെയ്യാം. പിന്നെ ചില സ്ത്രീകളുടെ മാറിൻ്റെ അടിഭാഗത്തുണ്ടാകുന്ന വ്രണങ്ങൾ, അത് ചിലപ്പോൾ ഉണങ്ങാത്ത മുറിവുകൾ, 2-3 മാസമായിട്ട് നീണ്ടു നിൽക്കുന്ന ഉണങ്ങാത്ത മുറിവുകൾ, സ്കിന്നിൻ്റെ തൊലിപ്പുറത്തുണ്ടാകുന്ന ഉണങ്ങാത്ത വ്രണങ്ങൾ, മുറിവുകൾ, അതും ചിലപ്പോൾ ക്യാൻസറായിട്ട് വരാം. പിന്നെ അതുപോലെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ വേറൊരു സിംറ്റംസ് എന്ന് പറയുന്നത് എക്സോഫൈറ്റിക് ഗ്രോത്ത് ആണ്, ഉണങ്ങാത്ത മുറിവുകൾ, ഇങ്ങനെ പഴുപ്പ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ആരെങ്കിലും അറിയുകയാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. അതിനുള്ള ചികിത്സ തേടണം. നമുക്ക് ഇന്ന് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ അതിനുള്ള സംവിധാനങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ്. ഒന്ന് മാമോഗ്രാം. 40-45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും മാമോഗ്രാം ചെയ്ത് ബ്രസ്റ്റിൻ്റെ സ്ഥിതി വിലയിരുത്തേണ്ടതാണ്. ആ ബ്രസ്റ്റിനകത്ത് എന്തെങ്കിലും മുഴകളുണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് ഈ മാമോഗ്രാമിലൂടെ കണ്ടെത്താൻ പറ്റും. ആ മാമോഗ്രാം
നമുക്ക് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ അൾട്രാസൗണ്ട് സ്കാൻ 40 വയസ്സിൽ നിന്ന് താഴെയുള്ള സ്ത്രീകൾ, 40 വയസ്സിൽ കുറഞ്ഞ സ്ത്രീകൾക്കാണെങ്കിൽ മാമോഗ്രാം അവർക്ക് അഡ്വൈസ് ചെയ്യുന്നില്ല. അവർക്ക് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കി അതിൻ്റെ സ്റ്റേജുകൾ, അതിൻ്റെ ബൈറാഡ്സ് കാറ്റഗറി അതൊക്കെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാ സ്ത്രീകളും പ്രായഭേദമന്യേ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, അത് മെൻസുള്ള സ്ത്രീകളാണെങ്കിൽ മെൻസസ് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്ത് നോക്കേണ്ടതാണ്. ഓരോ മാറിടവും സ്വയം കൈപ്പത്തി കൊണ്ട് അമർത്തി എന്തെങ്കിലും മുഴകളുണ്ടോ, നിപ്പിളിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഡിസ്ചാർജ് ഉണ്ടോ, പഴുപ്പ് വരുന്നുണ്ടോ, കക്ഷത്തിൻ്റെ ഭാഗത്ത് കളലകളുണ്ടോ, കഴുത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മുഴകളുണ്ടോ, ഇതൊക്കെ നോക്കേണ്ടത് ഓരോ സ്ത്രീയുടെയും ഉത്തരവാദിത്തമാണ്. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, ആ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഹെൽത്ത് കെയർ വർക്കറുമായി ബന്ധപ്പെടേണ്ടതാണ്. ബ്രസ്റ്റ് പലപ്പോഴും ചോദിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ പാരമ്പര്യമായിട്ട് വരാവുന്നതാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്യാൻസർ മെയിനായിട്ട് കാരണം നമ്മുടെ ജെനറ്റിക്സ് ആണ്. പാരമ്പര്യമായിട്ട് കിട്ടുന്ന ജെനറ്റിക്സ് കൊണ്ട് നമ്മുടെ ജീൻസ് തന്നെ സ്പൊറാഡിക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുന്ന ക്യാൻസറുകളും വരാം. അപ്പോൾ പാരമ്പര്യമായിട്ട് വരുന്ന ക്യാൻസർ പൊതുവെ 15% അങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് കൂടുതലായിട്ട് നമുക്കിവിടെ കാണുന്നില്ല. സ്പൊറാഡിക് ആയിട്ടുള്ള ക്യാൻസറുകളാണ് നമുക്ക് കൂടുതലും കാണുന്നത്. ഒന്ന് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്, ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈസ്ട്രോജൻ എക്സ്പോഷർ, ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയത് എന്നുള്ളതാണ്. കാരണം അവരുടെ ശരീരത്തിൽ ഹോർമോൺസ് ഉണ്ട്, ഈസ്ട്രോജൻ ഹോർമോൺസ്, ഓവർ എക്സ്പോഷർ ഈസ്ട്രോജൻ ഹോർമോൺസ്. അപ്പോൾ ഈസ്ട്രോജൻ ഹോർമോൺസ് ആണ് മെയിനായിട്ട് ക്യാൻസർ നിയന്ത്രിക്കുന്ന ഓവർ എക്സ്പോഷർ എന്ന് പറയും. അപ്പോൾ ഇത് കാരണമാണ് ക്യാൻസർ പൊതുവെ ഉണ്ടാകുന്നത്. പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാം? പല ക്യാൻസറും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ജെനറ്റിക്സുമായിട്ടും നമ്മുടെ DNA-യുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. നമുക്ക് നേരത്തെ കണ്ടെത്തി നിർണ്ണയിക്കുക. അത് പല സ്ത്രീകളും, ലക്ഷണങ്ങളുള്ള സ്ത്രീകൾ പലരും അത് മറച്ചു വെച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്നു. അവർ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ചികിത്സാ നിർണയ സംവിധാനങ്ങളിലേക്കോ എത്തുന്നില്ല. അത് കാരണം അവരുടെ ക്യാൻസറുകൾ വളരെ ലേറ്റായിട്ട് സ്റ്റേജ് 4 ഒക്കെ ആയിട്ടാണ് കണ്ടെത്തുന്നത്. അപ്പോഴത്തേക്കും സ്റ്റേജ് 4 ആകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബോണിലോട്ടും ബ്രെയിനിലോട്ടൊക്കെ സ്പ്രെഡായിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് കിട്ടുന്നത്. ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കീമോയ്ക്കും റേഡിയേഷനും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതോടൊപ്പം തന്നെ പേഷ്യൻറ്റിൻ്റെ മാനസികാവസ്ഥ, പേഷ്യൻ്റ് നോക്കുന്ന കെയർ ഗീവറുടെ മാനസികാവസ്ഥ, ഇതൊക്കെ തകർന്നു പോകുന്നു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, നേരത്തെ കണ്ടെത്തുക. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഓരോ സ്ത്രീയും ഇതാക്കേണ്ടതാണ്. മാമോഗ്രാം മനസ്സിൽ വെക്കുക, ഓരോ വർഷവും മാമോഗ്രാം ചെയ്ത് നോക്കേണ്ടതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നേരത്തെ കണ്ടെത്താൻ പറ്റും. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫിസിക്കൽ എക്സർസൈസ്, ദിവസം ഒരു അരമണിക്കൂർ നടത്തം, വേറെ എന്തെങ്കിലും എക്സർസൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റി അതൊക്കെ ചെയ്യുക. പിന്നെ കൊഴുപ്പ് കുറയ്ക്കുക, ഓയിൽ കുറയ്ക്കുക, അരിഭക്ഷണം ഒന്ന് ചുരുക്കുക, പിന്നെ വറുത്തത് പൊരിച്ചത് അങ്ങനത്തെ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒന്ന് കുറയ്ക്കുക. ഇപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് മാറ്റുക. നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതലും പ്രോട്ടീൻസ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവരിക, ഫിസിക്കൽ എക്സർസൈസ് ചെയ്യുക. പിന്നെ ഇങ്ങനെ നേരത്തെ കണ്ടെത്താനുള്ള ചില ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ പോലെയുള്ള ഉൾപ്പെടുത്തുക. പിന്നെ ഒരു ഓറൽ ക്യാൻസർ പൊതുവെ നമ്മുടെ നാട്ടിൽ കണ്ടുവെന്ന് വെച്ചാൽ മുറുക്കുന്ന സ്ത്രീകൾ, അതുപോലെ പുകവലിക്കുന്നവർക്കൊക്കെ ഓറൽ ക്യാൻസർ വരാവുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, സ്മോക്കിംഗ് പാടെ ഒഴിവാക്കുക. സ്മോക്കിംഗ് വായിലെ ക്യാൻസർ മാത്രമല്ല വേറെ പല ക്യാൻസറുകളും കാരണമാകുന്നുണ്ട്. ലങ് ഡിസീസ്, കാർഡിയാക്ക്, ഹാർട്ടിൻ്റെ ഇഷ്യൂസ്. അപ്പോൾ അങ്ങനത്തെ ശീലങ്ങൾ ഒന്ന് ഒഴിവാക്കുക. വായിൽ വ്രണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കുക. ഉണങ്ങാത്ത മുറിവുകൾ, വായിലെ ചുവന്ന പാടുകൾ വരുന്ന വായിലെ പാടുകൾ, വ്രണങ്ങൾ, ഇതൊക്കെ ഒന്ന് കാണിക്കുക. പിന്നെ സർവൈക്കൽ ക്യാൻസർ, ഗർഭാശയമുഖ ക്യാൻസറിൽ വൈറ്റ് ഡിസ്ചാർജ് വരിക, അവിടെ നിന്ന് ബ്ലീഡിങ് വരിക. ബ്ലീഡിങ് എവിടെ നിന്ന് വന്നാലും അത് നിർബന്ധമായിട്ടും അത് വിലയിരുത്തേണ്ടതാണ്. വജൈനൽ കൂടെ ബ്ലീഡിങ്, മൂത്രത്തിൽ കൂടെ ബ്ലീഡിങ്, അതുപോലെ തന്നെ മലദ്വാരത്തിൽ കൂടെയുള്ള ബ്ലീഡിങ്, എവിടെ നിന്ന് ബ്ലീഡിങ് വന്നാലും ഉള്ള ചികിത്സ തേടേണ്ടതാണ്. അപ്പോൾ വജൈനൽ കൂടെ ബ്ലീഡിങ് വരാം, വൈറ്റ് ഡിസ്ചാർജ് വരാം. ഇതൊക്കെ ഒരിക്കലും കൊണ്ട് ഇരിക്കരുത്. അത് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്, ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചികിത്സ തേടേണ്ടതാണ്. സർവൈക്കൽ ക്യാൻസറിന് സ്ക്രീനിങ് ആയിട്ടുള്ള ഒരു ഇതാണ് പാപ്സ്മിയർ. നമ്മുടെ കവരത്തി ദ്വീപിൽ പാപ്സ്മിയർ ചെയ്യുന്നുണ്ട്. ഗർഭാശയ മുഖത്ത് നിന്നും ചെറിയ ഒരു ബ്രഷ് ഉപയോഗിച്ച് കുറേ കോശങ്ങളെടുത്ത്
സാമ്പിൾ എടുത്ത് അത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു. അതാണ് പാപ്സ്മിയർ. പാപ്സ്മിയർ ടെസ്റ്റുകൾ ഇന്ന് ലഭ്യമാണ്. സർവൈക്കൽ ക്യാൻസറിനെ സംബന്ധിച്ചോളം പാപ്സ്മിയർ വളരെ വളരെ അധികം റോളുണ്ട് അതിന്. ആ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ സർവൈക്കൽ ഗർഭാശയമുഖത്ത് ക്യാൻസറിനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ വയറിൽ ക്യാൻസർ ചിലപ്പോൾ മുഴകളായിട്ട് വരാം, ലിംഫോമായിട്ട് വരാം, എൻഡോമെട്രിയൽ ക്യാൻസർ വരാം, ഒവേറിയൻ ക്യാൻസർ വരാം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ബ്ലോട്ടിങ്, വയറിങ്ങനെ വീർത്ത് വരിക, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട്, വയറ് ടൈറ്റ് ആവുക, ഇടയ്ക്കിടയ്ക്ക് ടൈറ്റ് ആവുക, ഇടയ്ക്കിടയ്ക്ക് ലൂസ് ആവുക വയറ്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ടെസ്റ്റുകൾ ചെയ്ത് വയറിനകത്ത് എന്തെങ്കിലും അസുഖമുണ്ടോ, ക്യാൻസർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അതിൽ മുഴകൾ, പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന മുഴകൾ, കഴുത്തിലെ മുഴകൾ, കക്ഷത്തിലെ മുഴകൾ, നമ്മുടെ ഇൻഗ്വൈനൽ ഭാഗത്ത്, നമ്മുടെ ഈ എന്താ പറയുക, ഇൻഗ്വൈനൽ ഭാഗത്തുണ്ടാകുന്ന മുഴകൾ, എവിടെ മുഴകൾ വന്നാലും അത് നിർബന്ധമായിട്ടും ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് കാണിക്കേണ്ടതും അതിനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫർദർ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കേണ്ടതുമാണ്. ക്യാൻസർ അവയർനെസ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യാതിരിക്കുക. അത് ഇനി ഇത് പ്രശ്നമൊന്നുമില്ലല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു കഴുത്തിലെ മുഴകളായിരുന്നു, ഇത് പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ നോക്കാം എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും മാറ്റി വെക്കരുത്. അത് എത്രയും പെട്ടെന്ന് കാണിക്കുക. അതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇന്നലെ അവൈലബിൾ ആണ്. അതിനുള്ള ചികിത്സാ ഗൈഡൻസ് തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതിന് എപ്പോഴും ഞങ്ങൾ റെഡിയാണ്, ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും. ഏത് സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതും സ്റ്റേജ് 4 എത്തുന്നതിന് മുമ്പ് ക്യാൻസർ നിർണയിച്ച് അതിനുള്ള ചികിത്സ തേടാൻ തക്ക സംവിധാനങ്ങൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ അവയർനെസ് ഉണ്ടാവുക. മെയിനായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ, സർവൈക്കൽ ക്യാൻസർ, ഓറൽ ക്യാൻസർ, കോളോറക്ടൽ ക്യാൻസർ തുടങ്ങിയ പല ക്യാൻസറെ കുറിച്ചും നമുക്ക് ഇന്ന് അവബോധം ഉണ്ടായിരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇന്ന് പലപ്പോഴും 30 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഓരോ ആളും, ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ക്യാൻസറിന് എക്സ്പോസ്ഡ് ആവുന്നു എന്നുള്ളതാണ് സത്യം. അവരുടെ ശരീരത്തിൽ അതിനുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, അവരുടെ ജീൻസുകളിൽ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതെല്ലാം ഓർമ്മയിലിരിക്കട്ടെ. ക്യാൻസർ അവയർനെസ് ഡേയിൽ എല്ലാവരും ക്യാൻസറിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും കൂടുതൽ വായിക്കുകയും അതിനുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കാൻ അതിനുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സുമായി ബന്ധപ്പെട്ട് അവരുമായി സംസാരിക്കുകയും ചെയ്യുക എന്ന് നടത്തുന്നു. നന്ദി, നമസ്കാരം.